നാടകം കാണാൻ പോവാണ്. എന്ത് എനിക്കറിയില്ല, ഒന്ന് പറയാ അതിനെ പറ്റി. നാടകം കാണാൻ പോവുകയാണ്. ഈ പിന്നെ ആനന്ദതീർത്ഥന്റെ ജീവിത കഥയുമായി ബന്ധപ്പെട്ട് ഒരു നാടകം, മറ്റേ ഉണ്ണിമാധവൻ സൈഡക്ക് മുമ്പ് നോവൽ എഴുതി. ഓക്കെ. ആ നാടകം ആവിഷ്കാരനാക്കിയത് ഒരാളാണ്. കുളപ്പുറം വായനശാലയുടെ പ്രവർത്തകന്മാരാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോ അത്രേ ഉള്ളൂ. നാടകം കണ്ടിട്ട് അതിന്റെ റിവ്യൂ അറിയാം. ഓക്കെ. ലൈറ്റ് ഓഫ് ആയി. ഇപ്പൊ നാടകം തുടങ്ങും. നമ്മൾ വെയിറ്റിംഗ് ആണ് നാടകം തുടങ്ങാൻ. എനിക്കൊരു സമരമാർഗമാണ്. ആ സമരത്തിൽ ഒന്നുകൂടി ഞാൻ തിരിച്ചറിയുന്നു. രോഹിത് വെമുല എന്ന എൻ്റെ പിറവിയായിരുന്നു എൻ്റെ തെറ്റ്. നാടകം കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി. ഞാൻ നോക്കുമ്പോ ഇവൻ ഇങ്ങനെ ഇരിക്കൂന്ന്. എന്താണ് അതും നോക്കിട്ട് ഒരു വികാരവും ഇല്ല, ഒരു എക്സ്പ്രഷനും ഇല്ല മുഖത്ത്. എക്സ്പ്രഷൻ നമ്മൾ അടുത്തിരുന്നവരെ നോക്കിട്ട് എക്സ്പ്രഷൻ ഇട്ടിട്ട് അല്ല. നമ്മള് വീട്ടിലെത്തി ഫ്രഷായി. നാടകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. അല്ല, അങ്ങനെയല്ല, ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ലൈറ്റ് എഫക്റ്റ് സീനാണ്, അതൊക്കെ അടിപൊളിയാണ്. ലൈറ്റ് എഫക്റ്റ് എല്ലാം കൊള്ളാം. അവര് അഭിനയിച്ചത് എല്ലാം അതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് കത്തിയിട്ടില്ല, അതാണ് പ്രശ്നം. നമ്മള് ബാക്കിലായതുകൊണ്ട് അടിച്ചിരിക്കുന്നു. നമുക്ക് കാരണം ഈ നാട്ടിലുള്ളവർ തന്നെയാണ് കൂടുതലും എല്ലാരും ഈ നാട്ടിലുള്ളവർ അഭിനയിച്ചത്. അപ്പൊ അവർക്ക് അറിയുന്നവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അവരുടെ അഭിനയം കാണുമ്പോൾ അവര് ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവരെന്തിനാ ചിരിക്കുന്നത്, ഇവിടെ കോമഡി അതാ കോമഡി. പക്ഷെ കൊറേ കാലം കൊണ്ടാണ് നാടകം കണ്ടത്. നീ കണ്ടില്ല അതിന് മുമ്പ് നാടകം? കൊറേ കാലം കൂടിയിട്ട് നാടകം കാണാൻ പോണേ. പക്ഷെ കുഴപ്പമില്ല. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല. മീൻസ് ഇതൊരു കുറച്ച് പഴയ ഗാന്ധിജിന്റെ അയൻകനെ പറ്റി ഐത്യം ഐത്യമില്ല പിന്നെ പറയും അങ്ങനെ എന്തോ സാധനത്തെ പറ്റിട്ടാണ് പറയുന്നത്. കുഴപ്പമില്ല. പാർട്ടി ബേസ്ഡ് ആണ് ഈ നോവലിനല്ലേ? ചെയ്യാന്ന് പറയുന്ന നോവലിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.